നിന്റെ വിഷമുള്ള എവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയോ നിന്ദയോ അപമാനമോ ഭാരമോ വന്നാൽ നമ്മൾ ആ പാറമേൽ എത്ര കാറ്റടിച്ചാലും, എത്ര നിന്ദയുടെ കാറ്റടിച്ചാലും, സഭയുടെ കർത്താവിൻ്റെ ദാസന്മാർക്ക് പലപ്പോഴും സഭാ ശുശ്രൂഷയുടെ കാറ്റുകൾ വരും. സഭാ വിശ്വാസികൾ ചിലർ പാർട്ടി പിടിക്കുന്നു, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവ് നീ എന്നെ അയച്ച് ഞാനിവിടെ നിൽക്കുകയാണ്, നീ എത്ര കാറ്റടിച്ചാലും ഞാനിവിടെ കുലുങ്ങാൻ പോകുന്നില്ല, ഞാനിവിടെ നിൽക്കാൻ പോകണം. ഇമ്മാനുവേൽ, എൻ യേശു ഇമ്മാനുവേൽ. അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ അടിസ്ഥാനം എവിടെയായിരിക്കണം? സ്നേഹത്തിലായിരിക്കണം, ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ. ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന സ്നേഹം. എന്നിട്ട് അതിൻ്റെ ആഴം എത്രമാത്രമാണ്, അതിൻ്റെ വീതി, അതിൻ്റെ നീളം, ഇതെല്ലാം കണക്ക് കൂട്ടി നമ്മുടെ ബുദ്ധിയിലിരുന്നാൽ മാത്രം പോരാ. പലപ്പോഴും നമ്മൾക്ക് കർത്താവിൻ്റെ ദാസന്മാരെ പഠിപ്പിച്ച് അതിൻ്റെ ആഴവും നീളവും ഒക്കെ അറിയാം. എന്നാൽ നമ്മുടെ പ്രയാസം വരുമ്പോൾ നമ്മൾ ആഴവും നീളവും വീതിയും ഒക്കെ അങ്ങ് മറന്നുപോകും. കഷ്ടം വരുമ്പോൾ അതിൻ്റെ നീളവും വീതിയെല്ലാം എന്ത് ചെയ്യും? അങ്ങ് മറന്നുപോകും. അപ്പോൾ എത്ര വലിയ ഘോരമായ കുഴിയിലാണ് നിങ്ങൾ പെട്ടുകിടക്കുന്നെങ്കിലും, ഓ സ്നേഹത്തിൻ്റെ കര ഇവിടെയും വരും, ഇവിടെ നിന്ന് തന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അതിൻ്റെ ഉയരം എത്രമാത്രമാണ്, അതിൻ്റെ വീതി. ഹല്ലേലൂയ. ആകയാൽ നമ്മൾക്ക് ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ അടിസ്ഥാനം ഏതാണെന്ന് അതൊന്ന് നല്ലവണ്ണം എന്ത് ചെയ്യുക? ഒന്ന് പരിശോധിക്കുക, ചിന്തിക്കുക. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഞാനിത് എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാനിത് ചിന്തിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശുശ്രൂഷയുടെ ഭാവമേ അങ്ങ് മാറി, വേലയുടെ രീതി അങ്ങ് മാറി. പിന്നെ എത്ര ക്രൂരന്മാരുടെ അടുക്കലും പോയി നിൽക്കുവാൻ ഒരു ഭയവുമില്ല, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുവാൻ കർത്താവ് കുറവ്. ഒരു പ്രാവശ്യം എന്നെ പിടിച്ചുകൊണ്ട് ഉദംപൂരിൽ നിന്ന് മുസ്ലിങ്ങളുടെ കോളനിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് ഉറുദുവിൽ പ്രസംഗിക്കും. എന്നാൽ യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളത് എങ്ങനെ മുസ്ലിങ്ങളോട് തെളിയിച്ചു പറയാൻ ഉള്ളതായ ആ പരിജ്ഞാനം മുഴുവനും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രൻ പരമേശ്വർ കാ ബേട്ട എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് വളരെ കോപമായി. അവരെല്ലാം കൂടെ എന്നെ പിടിച്ചിട്ട് 2-3 ഉള്ളും തള്ളുമൊക്കെ തന്നിട്ട് അവിടെ ഈ ഇറച്ചി കണ്ടിക്കുന്ന അവരുടെ ഇറച്ചിക്കട 10-12 ഇറച്ചിക്കടകൾ അടുത്തടുത്ത് നിൽപ്പുണ്ട് മുസ്ലിങ്ങളുടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവരെന്നെ പിടിച്ചൊരു വലിയ തടി കഷണത്തിൽ അവിടെ അതിൽ വെട്ടി ഇറച്ചി വെട്ടി കൊടുക്കുന്ന വലിയ വട്ടമുള്ള അതേ കിടത്തിയിട്ട് അവർ പറഞ്ഞു, 2 പേരെൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്, 6-7 വെച്ച് നിന്നെ ഇപ്പം വെട്ടിമുറിക്കാൻ പോവാ. ഞാൻ അന്നേരവും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അവർ പറഞ്ഞു, ഇവൻ പ്രാന്തന, ഹിന്ദി പറഞ്ഞു പാഗല ഇസ്കോ ക്യാ കർന എന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ച് പുറകിലൊരു തൊഴിയിൽ നിന്ന് അങ്ങ് വിട്ടു. എന്നെനിക്ക് എനിക്കൊരു കോപമോ ഒരു ദേഷ്യമോ ഒന്നും ഉണ്ടായില്ല. ഹല്ലേലൂയ. ഞാൻ ഭയവും ഉണ്ടായില്ല, അല്പം പോലും ഭയം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ യേശു ദൂതന്മാരിവിടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ ആർക്കെന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആരെന്നെ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. ഒരു സർക്കാർ മുഴുവനും വന്നാലും നമുക്കെതിരെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? ക്രിസ്തുവാകുന്ന സ്നേഹമാകുന്ന ആ പാറയുടെ മേൽ നാം നിൽക്കുമ്പോൾ, അത് നിന്ന് കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾക്ക് അറിയാത്ത ധൈര്യമാണ് വരുന്നത്. നമുക്കറിയാത്ത ധൈര്യം. എത്ര കാറ്റടിച്ചാലും എത്ര ഇതാലും ഞാൻ നിൽക്കുന്നത് പാറമേലാണ്. ആ സ്നേഹമാകുന്ന എൻ്റെ ക്രിസ്തുവിൻ്റെ ഇമ്മാനുവേലിൻ്റെ പാറമേലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്നെ നിർത്തിയിരിക്കുകയാണ് ഈ പാറമേൽ. അതുകൊണ്ട് എനിക്കൊന്നും ഭയപ്പെടേണ്ടില്ല. ആ രക്തത്തിൻ്റെ നിയമം, ആ രക്തത്തിനൊരു നിയമമുണ്ട്. ആ നിയമം കർത്താവ് ഈ ആടിൻ്റെ രക്തം ആടിൻ്റെ രക്തം കട്ടൾക്കാൽമേലും കുറിപ്പടിയിലും വരട്ടി എന്നിട്ട് അവിടെ സംഹാരദൂതൻ അടുത്തില്ലെങ്കിൽ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയിരിക്കുന്ന നമ്മുടെ അടുക്കലെ ആർക്കടുത്ത് വരാൻ ഒക്കും? ഹല്ലേലൂയ. ആർക്കടുത്ത് വരാൻ ഒക്കും? ഒരുത്തർക്കും അടുത്ത് വരാൻ ഒക്കുകയില്ല. ഹല്ലേലൂയ. അത്രമാത്രം സുരക്ഷിതരായി നമ്മൾ നടക്കുമ്പോൾ, പട്ടണത്തിൽ നടക്കുമ്പോൾ, വീടുകളിലിരിക്കുമ്പോൾ, എത്ര പരിശോധന വന്നുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസമെങ്കിലും അല്ലെങ്കിൽ എന്തു വന്നാലും ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ എൻ്റെ ഇമ്മാനുവേൽ എന്നോട് കൂടെയുള്ളതായ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ വസിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ പോകുമ്പോൾ എൻ്റെ അടിസ്ഥാനം ഞാൻ നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച്, അതിൽ വേറെ ഏതെങ്കിലും ചെളിയായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ, ഭൗതികമായിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തേച്ച് കഴുകി
വൈകിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ നിൽക്കണം? ആ പാറമേൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കാലുകളെല്ലാം ഒന്ന് ശുദ്ധീകരിച്ച് നിന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് എത്ര ബലമാണെന്ന്. സ്തോത്രം. അങ്ങനെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഇടപെടുമാറാട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. അതാണ് നമുക്കടയ്ക്കാം. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടു. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. നാം നിൽക്കുന്നത് യേശുവിലാണോ? നാം നിൽക്കുന്നത് ആ ദൈവസ്നേഹത്തിലാണോ? ഇമ്മാനുവേൽ, യേശു കർത്താവ് ഇമ്മാനുവേലായി അവൻ നമ്മുടെ കൂടെയുണ്ട്. കാറ്റടിച്ചാലും നാം ഭയപ്പെടുന്നില്ല. നാം പാറമേൽ അടിസ്ഥാനപ്പെട്ടവരാണ്. ഹല്ലേലൂയ. രോഗങ്ങൾ വരട്ടെ, കഷ്ടങ്ങൾ വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ യേശു 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 ഇമ്മാനുവേലായി കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. നീതിക്കും വിശുദ്ധിക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കേട്ട വചനപ്രകാരം ഒരു ശുദ്ധീകരണം നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ദാസൻ മണ്ണിത്തറയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ തോമസ് കുട്ടി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഈ രാവിലത്തെ സെഷൻ ഇവിടെ അവസാനിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ വിലപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഒരുക്കിയ വൻകൃപയെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. വചനം പറയുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ അധികാരപ്പെടുത്തിയോണ്ട് സ്തോത്രം. ഈ നാളുകൾ ഞങ്ങൾ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ളവരായി, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനമുള്ളവരായി നിലകൊള്ളുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിച്ചാലും, എന്തെല്ലാം വിഷമങ്ങൾ വന്നാലും ഞങ്ങൾ ആ പാറയിൽ നിന്ന് ഒരിക്കലും ഇളകി പോകുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താവേ ആ പാറയിൽ അടിസ്ഥാനപ്പെട്ടവരാണോ, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരാണോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ശോധന ചെയ്തുകൊണ്ട് അവിടെ ഒന്ന് കടന്നു പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. കടന്നു പോകുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. വൈകിട്ടത്തെ സെഷനെയും ദൈവം മാനിക്കണം. തുടർന്നുള്ള സെഷനിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനെയും ദൈവം സഹായിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരമായിക്കണേ. ഞങ്ങളെ തന്നെ കാണുവാൻ ഒരു വലിയ ആന്തരിക ഉണർവുണ്ടാകുവാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എന്നേക്കും തുടർന്ന് നടക്കുന്ന എല്ലാ സെഷനുകളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വ്യാപാര ശക്തി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്താൽ ഐക്യപ്പെടാൻ വേണ്ടി ദൈവസനാന്തത്തിൽ എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ ആത്മാർത്ഥതയോടുകൂടെ അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തതാൽ ജയം, രക്തതാൽ രക്തതാൽ ജയം, രക്തതാൽ ജയം. നമ്മെ നിറയ്ക്കുന്നവനായവന്റെ അടുക്കിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കായി രാത്രികാലം നമ്മെ നിറയ്ക്കുവാൻ, നമ്മെ ശക്തീകരിപ്പാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ
ആത്മീയമായി നാം പോഷണം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ ദിവസങ്ങളിൽ ഈ ദേശത്തിന്റെ മധ്യ പ്രക്ഷോഭിതരായി തീരുവാൻ, അനുഗ്രഹീതരായി തീരുവാൻ ദൈവസന്നിധാനത്തിൽ പ്രത്യേക നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രികാലം നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവം ഇന്ന് രാത്രിയിലും നമ്മെ അനുഗ്രഹിപ്പാൻ അവിടുന്ന് കടന്നു വന്നിട്ടുണ്ട്. ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. രക്തതാൽ ജയം, രക്തതാൽ ജയം, രക്തതാൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തൃക്കാൽക്കലിരുന്ന് തിരുവചനം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവന്റെ പാദത്തിലിരുന്ന് ദൈവവചനം പരിപസിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ഹല്ലേലൂയ ഹൃദയങ്ങളിൽ അത് ക്രിയ ചെയ്യുവാൻ, ഹല്ലേലൂയ വചനത്തിനനുസരിച്ച് വരും ദിവസങ്ങളിൽ വചനാനുസരണം ജീവിക്കുവാൻ വേണ്ടതായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും എന്റെയും നിങ്ങളുടെ മേൽ പിന്നെയും പിന്നെയും പകരുന്നതിന് വേണ്ടി ദൈവസനാൽ രാത്രികാലം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദൈവവചന പഠന ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ 1-2 ദൈവദാസന്മാർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് ഈ ക്ലാസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബാബു വാസ്റ്റർ പർവ്വതാനിൽ താമസിക്കുന്നതായ ബാബു വാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷമായി ബെന്നി സി തോമസ് പ്രാർത്ഥിക്കും. പാസ്റ്റർ തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഇവിടെ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസുകൾക്കായി ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് ഇന്ന് രാത്രികാലം പിന്നെയും ഞങ്ങളുടെ മധ്യയിൽ വചനത്തിൻ്റെ ശക്തി അയച്ച കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനകരമാവുന്ന അവിടുത്തെ വചനങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന് അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൃക്കാൽക്കലിരുന്ന ഒരു മോശയെ പോലെ കർത്താവെ പ്രമാണങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാ ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുക ഇന്ന് രാത്രി. കർത്താവേ, അവിടുത്തെ ദാസനെ അവിടുത്തെ ശക്തിയുള്ള കരങ്ങളിൽ പിന്നെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇതിൻ്റെ ആദ്യോടന്തം അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യം കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സന്ധ്യായാമത്തിനായി ഞങ്ങൾ നന്ദിറിഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ പകലുകളിലും കഴിഞ്ഞ രാത്രിയിലും ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ തക്കണം ഒത്തൊരുമിച്ച് ദൈവവചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനും അതിൻ്റെ ആഴ്ത്തലും പരപ്പിലും ദൈവവചനം ഗ്രഹിപ്പാനും കർത്താവേ അങ്ങയുടെ വിലയേറിയ ബ്രത്തിനെ ഞങ്ങളുടെ മധ്യ അവിടുന്ന് കരങ്ങളെടുത്തനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വിലയേറിയ ദാസനിൽ കൂടെ കർത്താവെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്ത അപ്പോസ്തലനായ പൗലോസിനെ പോലെ കർത്താവ് നിൻ്റെ ദാസനെ വടക്കേന്ത്യയിലും വിവിധ രാജ്യങ്ങളിലും ചെയ്തെടുക്കുന്ന എല്ലാ ആത്മീയമായ ശുശ്രൂഷകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ ദാസനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ആഴമേറിയ ദൈവികമായ കൃപകൾ പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കണം. കർത്താവെ, ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സുകൾ നിമിത്തമായി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഞ്ചയോടുകൂടെ ദൈവവചനം പഠിപ്പാൻ ചിന്തിപ്പാൻ തക്കണം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ഉള്ളങ്ങളെയും അവിടുന്ന് അറിയുന്നതിനായി സ്തോത്രം. തിരുമേനിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവെ വചനം ഗ്രഹിപ്പാനും വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ കൂടിയവരിനെ അവിടുന്ന് ആശീർവദിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കാൻ തക്കണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പൂർണ്ണ ബലത്തോടെ എഴുന്നേറ്റ് നിൽപ്പാനിടയാകട്ടെ. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ, കാരണം ഉപദേശമായ കാര്യങ്ങൾ ചിലത് ശക്തമായി പറയേണ്ടത് ശക്തമായി പറയണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന് ആരും ചിന്തിക്കരുത്. നമുക്ക് ഒന്നിച്ച് ഈ ഒടുവിലത്തെ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മടങ്ങി വന്ന് ആ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞവരായി കർത്താവിൻ്റെ വേല ചെയ്ത് തീർപ്പാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ വിഷയമാണ്. ആ വിഷയത്തിൻ്റെ വാക്യം ഒന്നും, അത് വിഷയം തീർന്നിട്ടില്ല. എഫേസ്യ ലേഖനം 3:14 മുതൽ 19 വരെ വീണ്ടും ഒന്നുകൂടെ വായിച്ചാൽ. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14 to 19.
എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14-19. എഫേസ്യ ലേഖനം 3:14 മുതൽ 19 വരെ മലയാളത്തിലൊന്ന് വായിച്ചാട്ട്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്കൊന്നിച്ച് നിൻ്റെ വചനം പഠിക്കുവാനായി തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും നിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നതായ നിൻ്റെ വിലയേറിയ ദാസീദാസന്മാരെയും നീ പഠിപ്പിക്കുമാറാകണമേ. വചനം ഗ്രഹിപ്പാൻ തടസ്സമായി പ്രവർത്തിക്കുന്ന സകല അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നത് തടസ്സമുണ്ടാക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിന്നും പുറപ്പെട്ടു പോകുക. എല്ലാവരുടെയും ഹൃദയം യേശുവിൻ്റെ രക്തത്താൽ മൂടി വയ്ക്കപ്പെടുമാറാകട്ടെ, കവർ ചെയ്യപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഓരോ ഹൃദയങ്ങളും വിടുവാനായിട്ട് യേശുവിൻ്റെ രക്തത്താൽ എല്ലാ ഹൃദയങ്ങളും എല്ലാ തലച്ചോറുകളും യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെട്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ എഫേസ്യ ലേഖനം 3:14 മുതൽ 19 വരെയുള്ള വാക്യം, അതിനകത്ത് വളരെ ആഴമായ കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് ചിന്തിപ്പാൻ സമയമില്ല. എന്നാൽ അതിൽ ഇന്ന് നാം ചിന്തിച്ചത്, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കണം, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. ഇന്ന് രാവിലെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനിവിടെ ബോർഡിൽ 3 അടിസ്ഥാനങ്ങൾ കാണിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന അടിസ്ഥാനം. അതാണ് നമ്മുടെ അടിസ്ഥാനം. കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാണ്? ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിന്മേലുള്ള അടിസ്ഥാനം, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്നേഹത്തിൽ ഉള്ള അടിസ്ഥാനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്താലുള്ള അടിസ്ഥാനം. ഒന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്താലുള്ള അടിസ്ഥാനം. 2, നാം വായിക്കുന്നത്, നാം പറഞ്ഞ ഫിലയോ സ്നേഹം, സഹോദര സ്നേഹത്തിലുള്ള അടിസ്ഥാനം. 3, ഇറോസ് സ്നേഹം അഥവാ ലൈംഗിക സ്നേഹത്താലുള്ള അടിസ്ഥാനം. അതിനെക്കുറിച്ച് അല്പം വിവരിച്ചു. എന്നാൽ അതിനെ തുടർന്ന് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്ക് അതിനോടുകൂടെ ചേർന്നതാണ്, എന്നാൽ അല്പം വിസ്താരമായിട്ടുള്ളതാണ്. റോമാലേഖനം 11-17 മുതൽ 22 വരെ. Romans 11:17-22. आज सुबह हम पढ़ा, उसके साथ साथ मिलने वाला है रोमी 11 का 17 से 22. റോമാലേഖനം 11-17 മുതൽ 22 വരെ കൂടെ നമുക്ക് വായിക്കാം. ആ 22 വരെ വായിച്ചാൽ. ആ वाइचाट हिंदी में पढ़ो. रोमी 11 का 17 से 22 तक.
ഇവിടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുമ്പോൾ, കാട്ടൊളിവാകുന്ന നമ്മെ, കാട്ടൊളിവാൽ നിന്ന് നമ്മളെ ഓരോ കമ്പുകളെയും മുറിച്ചെടുത്ത് നല്ലൊലിവിനോട് ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. ബഡിങ് ചെയ്യുന്നത് പോലെ കാട്ടൊലിവാകുന്ന നമ്മെ കാട്ടൊലിവിൽ നിന്ന് മുറിച്ച് ഒലിവിനോട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ നല്ല ഒലിവെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. इधर में हम पढ़ते हैं, हम लोग तो जंगली जलपाई के ढालियां थे, लेकिन प्रभु ने हमको उधर से काटकर असली जलपाई के साथ साटा गया है. काटकर, जंगली जलपाई से काटकर असली जलपाई में हमको साटा गया है. അങ്ങനെ നമ്മൾ കാട്ടൊലിവിൽ നിന്ന് വെട്ടി മുറിച്ച് നല്ലൊലിവിൽ ചേർത്തിരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ടത് ആഹാരമെല്ലാം ആ നല്ലൊലിവിൻ്റെ വേരുകളിൽ നിന്ന് വരുന്നതാണ് നാം സ്വീകരിച്ച് മുൻപോട്ട് പോകേണ്ടത്. ഇതിനോടുകൂടെ യോഹന്നാൻ്റെ സുവിശേഷം 15:1 മുതൽ 5 വരെ ഇതും അതിനോട് ചേർന്ന് വരുന്നതാണ്. ഒന്നിച്ച് ചേർത്ത് നമുക്ക് ചിന്തിക്കാനിടയാവും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായി മനസ്സിലാക്കുവാനിടയാവും. യോഹന്നാൻ 15:1 മുതൽ 5 വരെ. യോഹന്നാ സുസമാചാർ 15 का 1 से 5 तक. जॉन चैप्टर 15 verse 1 to 5. വായിച്ചാണ്. ഞാൻ സാക്ഷാൽ മുദ്രന്റെ പിതാവും തോട്ടക്കാരനുമാവുന്നു. मदी हिंदी में पढ़ो. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. അതിൽ കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കുന്നു എങ്കിൽ ഫലം കായ്ക്കും. അപ്പോൾ കർത്താവ് നമ്മെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കാട്ടൊലിവിൽ നമ്മളെ മുറിച്ച് നല്ലൊലിവിൽ ഒട്ടിച്ചു ചേർത്തിരിക്കുക. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ, എവിടെയാണ് കുറവുകൾ എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിക്കാം. ഇതെല്ലാം നമുക്ക് തിയറിറ്റിക്കലായിട്ട് അറിയാമെങ്കിലും പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിക്കാം. അതിനുവേണ്ടി ഞാൻ ബോർഡിൽ നല്ലവണ്ണം പടം വരയ്ക്കാൻ അറിയയില്ല, അതുകൊണ്ട് അതിലുള്ളതായ കുഴപ്പങ്ങളുള്ളവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അപേക്ഷിക്കുന്നു. ഇത് നല്ലൊലിവാണ് എന്ന് വിചാരിച്ചാട്ടെ. ഈ നല്ല ഒലിവിലേക്ക് എന്നെയും നിങ്ങളെയും കാട്ടൊലിവായ നമ്മെ കർത്താവ് തൻ്റെ സ്നേഹത്താൽ വെട്ടി ഇതിനോട് ഇതിനോട് യോജിപ്പിച്ചിരിക്കുകയാണ്. ഈ മറ്റേ നിറമുള്ള നിങ്ങൾക്ക് പുറകിലിരിക്കുന്നവർ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു കാട്ടൊലിവിൻ്റെ ശാഖയാണ്. അത് ഇവിടെ ഇതാ ഒരു കാട്ടൊലിവ് നിൽക്കുന്നു. ഇതിൽ നിന്ന് ഇതിനെ മുറിച്ച് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കാട്ടൊലിവാകുന്ന മരത്തിൽ നിന്ന് മുറിച്ച് അവരെ നല്ലൊലിവിൽ കൊണ്ട് ഒട്ടിക്കണം.
എന്നാൽ ഇന്നത്തെ സുവിശേഷ പ്രവർത്തനത്തിൽ കൂടുതലും ഈ കാട്ടൊലിവിൽ 2 വെട്ടിയ ഉടനെ അതൊന്ന് അല്പം കരഞ്ഞുടനെ യേശുവിൻ്റെ കൂടി ഈ കാട്ടൊലിവിൽ തന്നെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അവർ മുറിച്ചപ്പെട്ട് വേർപെട്ട് വന്നിട്ടില്ല. എന്നാലും യേശുവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? കാട്ടൊലിവിൽ തന്നെയാണ്. എന്നാൽ വാസ്തവമായ സുവിശേഷം എന്ന് പറയുന്നത് വെട്ടി മുറിച്ച് സ്നാനപ്പെടുത്തി നല്ല ഒലിവിനോട് കൊണ്ട് ഒട്ടിച്ചു ചേർക്കണം. ചിലര് മുറിയപ്പെടണമെങ്കിൽ 1 വർഷം വെട്ടിയാലേ ചിലർ മുറിയത്തുള്ളൂ. ആദ്യം ഒന്ന് ചെറിയൊന്ന് മുട്ടി ഒന്ന് ചെറിയ കരച്ചിൽ വന്നാൽ മുറിവായില്ല, മുറിഞ്ഞ് വേർപെടണം. അതിനുശേഷം മാത്രമേ സ്നാനപ്പെടുത്താവൂ. അതിനുശേഷം സ്നാനപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഒരു കാട്ടൊലിവിനെ വെട്ടി മുറിച്ച് സ്നാനപ്പെടുത്തി എന്ത് ചെയ്യണം? നല്ല ഒലിവിനോട് ഒട്ടിച്ചു ചേർക്കണം. എന്നാൽ ഇന്ന് പെട്ടെന്ന് കുറച്ച് ആത്മാക്കളെ കിട്ടണമെന്നുള്ള ആഗ്രഹം വരുന്നത് കൊണ്ട് മുറിച്ചിക്കപ്പെട്ടോ എന്നറിയുന്നില്ല. പത്രോസ് പ്രസംഗിച്ച് ആ രാത്രിയിൽ 3000 എണ്ണം മുറിഞ്ഞ് താഴെ വീണു. അത് മുറിഞ്ഞ് താഴെ വീഴുന്ന 1 ദിവസം കൊണ്ടാകാം, 1 മണിക്കൂർ കൊണ്ടാകാം, അരമണിക്കൂർ കൊണ്ടാകാം, 1 വർഷം കൊണ്ടുമാകാം. ചിലരെ വെട്ടിയാൽ എന്ത് ചെയ്യല? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് അറിയാമല്ലോ. അപ്പം ചെറിയൊരു കരച്ചിൽ വന്നാലൊന്നും കാര്യം നടക്കുകയില്ല. വെട്ടി മുറിച്ച് അവരെന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കണം. അപ്പോൾ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെട്ടി മുറിച്ചിട്ടാണ് സ്നാനം. ഇവിടെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് സ്നാനം ഇവിടെയാണ് വരുന്നത്. മുറിച്ചിവിടെ സ്നാനപ്പെടുത്തി ഇവിടെ ഒട്ടിക്കുക. ഒട്ടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു അപകടമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:12 വായിച്ചാൽ, ഫിലിപ്പിയ ലേഖനം 2:12, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12. ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ. ഞാൻ 1 മിനിറ്റ് ഹിന്ദിയിൽ ഈ കാര്യം പറയണം. आप लोग ध्यान से सुने. असली सुसमाचार क्या है? इधर से जंगली जलपाई से एक डाली को काटकर बपतिस्मा देकर असली जलपाई में साटना है. तो कुछ लोग 1 दिन में कट जाता है, कुछ लोगों को 1 साल पूरा वजन बताने से ही कटता है. लेकिन बहुत लोग क्या है, जल्दी इधर ही बपतिस्मा देकर इधर ही खड़ा कर देते हैं. थोड़ा सा उन्होंने प्रभु यीशु को स्वीकार करने के लिए आ गया तो इधर में ही उनको झंडा खड़ा कर देता है. तो इसलिए बहुत तेरा विश्वासी लोग जो कलीसिया में आता है सही तरीके से उद्धार नहीं पाया है. तो पहले जंगली जलपाई से काटकर फिर बपतिस्मा देकर इधर में साटना है. നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്, ഞാൻ ക്ഷമിക്കണം. ഭയത്തോടും വിറയലും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇവിടെ കാട്ടൊലിവിൽ നിന്ന് മുറിച്ചിവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാലും ഈ കാട്ടൊലിവിൻ്റെ സ്വഭാവം മുഴുവനും മാറിയിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആഗ്രഹങ്ങളാകുന്ന വേരുകൾ ചെറുക വരും. നിങ്ങൾ ആലുമരം കണ്ടിട്ടുണ്ടല്ലോ. ആലുമരത്തിനല്ലേ ഈ വേരുകളൊക്കെ വരുന്നത്? കൊമ്പിൽ നിന്ന്. ഇതുണ്ട്, ഇതിപ്പോൾ ഇത് ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമുള്ള ആഹാരം നല്ലൊലിവാകുന്ന കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് തൃപ്തി പോരാ. അതുകൊണ്ട് ആഗ്രഹങ്ങളാകുന്ന വേരുകൾ ഓരോന്നോരോന്നായിട്ട് എങ്ങനെ വരും? അത് വന്ന് ഭൂമിയിൽ നിന്നും ആവശ്യത്തിനുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റുള്ള കമ്പിനേക്കാളും വലിയ കമ്പായിത്തീരും. അനേക ബ്രാഞ്ചും നിൽക്കുന്നത് എവിടെയാ? നല്ലൊലിവിനോടാ. എന്നാൽ രഹസ്യമായിട്ട് നോക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പുള്ളിക്കാരൻ്റെ വേര് എത്ര ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് അങ്ങ് എന്തായി പോകുന്നു? മാറിപ്പോകും. അതുകൊണ്ടാണ് ഗലാത്യർ 5:24, ഗലേഷ്യൻസ് 5:24 വായിച്ചാൽ
ഗലേഷ്യൻസ് 5:24. ക്രിസ്തുവേശുവിനുള്ളവർ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ അതിൻ്റെ ആഗ്രഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. എന്നാൽ മാത്രമേ ആ സ്നേഹത്തിൻ്റെ ഫലം കാണുകയുള്ളൂ. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സ്നേഹത്തിന്മേൽ നിൽക്കുകയാണ് രക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, രാവിലെയാണെന്നോ, എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യമേ നല്ല ഫലം കായ്ക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ മറ്റേ ഫലം വന്നു പോകുന്നത് ചോദിച്ചാൽ അതിൻ്റെ രഹസ്യം ഇതാ. എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന വേരുകൾ ചെന്ന് എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പം ആഗ്രഹങ്ങളാകുന്ന വേര് ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതിൽ കൂടെ ധാരാളം ആവശ്യമുള്ളതെല്ലാം കിട്ടി വളരെ ബലമുള്ളതായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ ആ നല്ലൊലിവിൻ്റെ ഫലം അതിൽ കാണുകയില്ല. പുറമേ നോക്കിയാൽ ശരിതാണ്, ഞാനിവിടെ ഒട്ടിച്ചു ചിത്രിക്കുകയാണ്. എൻ്റെ ഇന്ന് അനേകരുടെയും ക്രിസ്തീയ ജീവിതം ഇപ്രകാരമായി പോകുന്നത് കൊണ്ട് യഥാർത്ഥ ഫലം കായ്പാൻ കഴിയാതെ പോകുന്നു. മിക്സഡ് ഫ്രൂട്ട്സ്. കുറച്ചൊക്കെ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഫലങ്ങളുണ്ട്, കുറച്ചൊക്കെ ഈ ലോകത്തിൻ്റെ ഇതായതുണ്ട്. അപ്പോൾ ഈ വേരുകളെല്ലാം മുറിച്ച് കളയാതെ രൂപാന്തരപ്പെടുകയില്ല. ഇപ്പോൾ അതേ സമയത്ത് ഇതാ വേറൊരു ഡാലി, വേറൊരു കമ്പ്, അതെന്താകുന്നു? ഈ മരത്തിൽ നിന്ന് ലഭിക്കുന്ന മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് ചെയ്യും? ക്രമേണ ക്രമേണ ദിവസം ദിവസം തോറും രൂപാന്തരപ്പെട്ട് ഇതിൻ്റെ നിറം മാറി 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 യേശുവിനെ പോലെ മറ്റുള്ള കൊമ്പുകളെ പോലെ ആയിത്തീരും. എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് അനേക ദൈവമക്കൾ ബ്ലെസ്സിങ്ങിൻ്റെ സുവിശേഷം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേർപെട്ട ദൈവമക്കൾക്കെല്ലാം വേര് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ അനുഗ്രഹത്തിൻ്റെ സുവിശേഷകന്മാർ ചെയ്യുന്ന അന്യായം. വേർപെട്ട് യാത്രക്കാരായി തീരേണ്ടതായ കർത്താവിൻ്റെ ദാസീദാസന്മാരെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ദൈവം അനുഗ്രഹിക്കുന്നവനാണെന്ന് പറഞ്ഞ് അവർക്കെല്ലാം എന്തുണ്ടാകുക? വേര് പിടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ പ്രവർത്തനം പഴയ നിയമകാലത്ത് എങ്ങനെയായിരുന്നു, പുതിയ നിയമകാലത്ത് എങ്ങനെയായിരുന്നു? പഴയ നിയമകാലത്ത് അഥവാ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപേ യഹോവയായ ദൈവം സകലരെയും ഭൗതികമായി അനുഗ്രഹിച്ച് അവനാണ് സാക്ഷാൽ ദൈവം എന്ന് വെളിപ്പെടുത്തിയിരുന്നു. കാരണം അന്നുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത് ഏത് ദൈവത്തിനാണ് ശക്തിയുള്ളത് ആ ദൈവം ഭൗതിക സമ്പത്തുകൾ നൽകും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലും പഴയ നിയമത്തിലെല്ലാം സമ്പത്തുകളുടെ കാര്യം എഴുതിയിരിക്കുന്നത്. ദൈവം സമ്പത്തുകൊണ്ട് അനുഗ്രഹിക്കും. കാരണം അങ്ങനെ ദൈവം അന്ന് ചെയ്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വന്ന ശേഷം നമ്മൾക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, വിരുദ്ധമായിട്ടുള്ളതാണ്. സകലതും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സകലതും ത്യജിക്കുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ ഈ അനുഗ്രഹിക്കുന്ന സുവിശേഷം പറയുന്നവർ വേദപുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പറയുന്നു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസാഖിനെ അനുഗ്രഹിച്ചു, ശലോമോനെ അനുഗ്രഹിച്ചു. സങ്കീർത്തനം പറയുന്നുണ്ട്, സമ്പത്തെ യഹോവയിൽ നിന്ന് വരുന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ? എന്നാൽ പ്രിയമുള്ളവരെ, അതാർക്ക് കൊടുത്ത സന്ദേശമാണ്? സഭയ്ക്ക് വേണ്ടി കർത്താവ് ഇപ്പോഴെന്താ കൊടുക്കുന്നത്? ഇത് രണ്ടും നല്ലവണ്ണം മനസ്സിലാക്കണം. അതുപോലെ പഴയ നിയമത്തിൽ കർത്താവ് എന്താണ് പറഞ്ഞത്? പഴയ കാലത്ത് ആരുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്? മറ്റുള്ളവരെ നശിപ്പിക്കും, മറ്റുള്ള ദുഷ്ടന്മാരെ അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ് ശക്തിയുള്ള ദൈവം. അതുകൊണ്ട് അബ്രാഹാമിൻ്റെയും പഴയ നിയമ ഇസ്രായേലിൻ്റെയും കൂടെ ഇരുന്ന് ദൈവം ശത്രുക്കളെല്ലാം കൊന്നൊടുക്കി വെളിപ്പെടുത്തി, ഞാനാണ് സർവശക്തിയുള്ള ദൈവം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതും കാണിച്ചു കൊടുക്കണം, നിന്റെ ശത്രുക്കളെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. രണ്ടും നേരെ വിരുദ്ധമല്ലേ? ഇത് മനസ്സിലാക്കണം.
നേരെ വിരുദ്ധമാണ്. അത് നല്ലവണ്ണം മനസ്സിലാക്കണം. ശത്രുക്കളെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ ഇരവിപേരൂരിൽ ഉപദ്രവങ്ങൾ സഹിച്ച് ഒരുപാട് എനിക്ക് ഉപദ്രവം ഉണ്ടായി. ഒടുവിൽ പോലീസിൽ കേസായി, അതായി കസ്റ്റഡിയിൽ കുറച്ച് നാൾ തിരുവല്ലായി കിടന്നു. അത് കഴിഞ്ഞ് സെൻട്രൽ ജയിൽ, പത്തനംതിട്ട സെൻട്രൽ ജയിലും കുറച്ച് ദിവസം കിടന്നു. അത് കഴിഞ്ഞ് കേസ് നടന്നുകൊണ്ടിരുന്നു. അവരെല്ലാവരും പറഞ്ഞു യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പറഞ്ഞത് അതങ്ങ് മാറ്റിയാലും. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു മാത്രം ദൈവം എന്നുള്ളത് അതിന് ഒരു കാലത്തും മാറ്റുകയില്ല. ഇവിടെ കേസ് നടന്നുകൊണ്ടിരുന്നു. 2.5 വർഷത്തിൽ കൂടുതൽ കേസ് നടന്നു. ഞാൻ ജമ്മു കാശ്മീർ. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും പറഞ്ഞു ശ്യാമിൻ്റെ അടുക്കൽ ആരും പോകരുത്, പോയാൽ ബഹളമാണ്, കുഴപ്പമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ കൈ ഒഴിഞ്ഞു. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ഞാനങ്ങനെ വളരെ ഭാരപ്പെട്ടല്ല. തിരുവല്ല കോടതിയിൽ എനിക്ക് എല്ലാ ഡേറ്റിനനുസരിച്ചും വരണം. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരുമ്പോഴെപ്പോഴും റിസർവേഷൻ ഒന്നും കാണുകയില്ല, ചിലപ്പോഴൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ റിസർവേഷൻ ഒന്നുമില്ലാതെ വണ്ടിയിൽ നിന്നും വളരെ ബന്ധപ്പെട്ട് 3 ദിവസത്തെ യാത്ര ചെയ്ത് തിരുവല്ലയിൽ വന്നു. അന്ന് വളരെ ക്ഷീണിച്ചു, വളരെ വിഷമത്തോടെ, വളരെ ശരീരത്ത് വേദനയോടുകൂടെ ഞാനവിടെ കോടതിയുടെ പടിക്കൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുമ്പോൾ 10-12 യുവാക്കന്മാർ വന്നിട്ട് പറയുകയാണ്, ഉപദേശി നിങ്ങളെ തിരുവല്ലയിൽ അടിച്ചത് ആരാണെന്ന് എനിക്കറിയാമോ? ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. 20 പേരുള്ള ഉടനെ പറഞ്ഞു, ഉപദേശി ഒരു കാര്യം പറയാം. എന്നെ ഉപദേശി എന്നാണ് വിളിച്ചത് അവരുടെ ഭാഷയിൽ. ഉപദേശി, ഈ കോടതിയിൽ പല പ്രാവശ്യം നിങ്ങളെ അടിച്ചവരുടെ പേര് പറയാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പേര് പറയാഞ്ഞത്? ഞാൻ പറഞ്ഞു അവരെൻ്റെ സഹോദരന്മാരാ, അവർക്ക് അന്നേരം അങ്ങനെ അടിക്കാൻ തോന്നി അവരടിച്ചു എന്നല്ലാതെ ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഉടനെ അവർ പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനൊന്നും അല്ല. കേരളത്തിൽ ഞങ്ങൾ ഒന്ന് കൊടുത്താൽ ഞങ്ങളെ തേടി പിടിച്ച് അടിക്കുന്ന പരിപാടിയാണുള്ളതെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി തിരുവല്ലയിലുള്ള RSS ഓഫീസിൽ കൊണ്ടുപോയി. അവൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ RSS ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. RSSൻ്റെ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ വക്കീലിരിപ്പുണ്ട്. വക്കീലും അവരുടെ പ്രസിഡന്റ് ആരൊക്കെയുണ്ട്, കുറച്ചേറെ പേരുണ്ട്. അവരെന്നോട് ചോദിക്കാൻ ഇരിക്കാൻ കസേരയൊക്കെ തന്നു. പറഞ്ഞു, ഞാനാണ് ഇവരുടെ കേസ് ആദ്യം മുതൽ വക്കീലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അടിച്ചതിന് ശേഷം ഞങ്ങളുടെ 3-4 പേര് ബാൻഡേജൊക്കെ കെട്ടി ഒരു ആശുപത്രിയിൽ പോയി 3-4 ദിവസം കിടന്നു. നിങ്ങൾ കേസൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. കാരണം എന്നെ അടിച്ച ശേഷം ഞങ്ങളും അവരെ അടിച്ചെന്ന് കേൾപ്പിക്കാനാണ് അവരെന്ത് ചെയ്തത്, ബാൻഡേജൊക്കെ കെട്ടിപ്പോയി വേറെ ഹോസ്പിറ്റലിൽ കിടന്നത്. അപ്പം നിങ്ങൾ അന്നേരം ചോദിക്കുകയാണ്, ഇത്ര ദിവസം ഞാൻ കോടതിയിൽ എല്ലാ ദിവസവും വരുമ്പോഴും ജഡ്ജ് പല പ്രാവശ്യം ചോദിച്ചപ്പോഴും അടിച്ചവരുടെ പേരെന്താണ് എന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെൻ്റെ സ്നേഹിതന്മാരാണ്, അവർക്കറിഞ്ഞു, അവരന്നേരം അങ്ങനെ ചിന്തിച്ചു. എനിക്ക് പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്കെന്നെ അടിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെയല്ല കേരളത്തിൽ നടക്കുന്നത്, നിങ്ങളൊരു ദൈവപുരുഷനാണെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാ പറഞ്ഞത്? തിരുവല്ലയിലുള്ള എന്നെ ഉപദ്രവിച്ചതായ RSSകാർ. അവരെല്ലാം എഴുന്നേറ്റ് കൈകൂപ്പി നിന്നു. ഞാൻ അവർക്ക് വേണ്ടി, കർത്താവേ ഈ പ്രിയപ്പെട്ടവരോട് ഇതെല്ലാം നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു, പ്രാർത്ഥിപ്പാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ആ തീയതിയിൽ അവർ പറഞ്ഞു, അടുത്ത തീയതിയിൽ നിങ്ങളുടെ കേസിൻ്റെ കാര്യം ഞങ്ങൾ ഫൈനൽ ചെയ്ത് ഞങ്ങൾ ഡൽഹിയിൽ അഡ്വാണിയോടും അവരോടും മറ്റ് ലീഡേഴ്സിനോടും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അപ്പോൾ അതിൻ്റെ അടുത്ത തീയതിക്ക് ഞാൻ ചെറിയാച്ചൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനായിരുന്നു, വക്കീലായിരുന്നു, എനിക്ക് തിരുവല്ലയിൽ വക്കീൽ ചെയ്ത്. ഞാൻ വക്കീലിനോട് പറഞ്ഞു, വാദമെല്ലാം ഞാൻ ചെയ്തോളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ വാദിക്കുകയാണെങ്കിൽ 7 വർഷം കഠിന തടവ്, സെക്ഷൻ 1. കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു മാത്രം ദൈവം. ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പൻ ദൈവമല്ല, വേളാങ്കണ്ണി ദൈവമല്ല, യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് ഞാൻ പറഞ്ഞു. വേളാങ്കണ്ണി മാതാവ് മധ്യസ്ഥനല്ല, യേശുക്രിസ്തു മാത്രം എന്ന് പറഞ്ഞു. ഞാൻ ശബരിമല അയ്യപ്പൻ ദൈവമല്ല എന്ന് പറഞ്ഞു. അതെല്ലാം എടുത്തു മാറ്റി, അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാലത്തുമല്ല, യേശുക്രിസ്തു മാത്രം ദൈവം. അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് 7 വർഷം കഠിന തടവായിരിക്കും. ഞാൻ പറഞ്ഞു 7, 10, 15 ആയിക്കോളെ, എനിക്ക് സാരമില്ല, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാതെ അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു, ചെറിയാച്ച നിങ്ങൾ വാദിക്കുന്നത് ഞാൻ വാദിച്ചോളാം, ഈ കോടതിയുടെ കടലാസൊക്കെ എടുത്ത് എപ്പോഴാണ് തീയതി വരുന്നത്, ആ കോർട്ടിൻ്റെ തീയതി, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെ സമ്മതിച്ചു. ഞാൻ ചെറിയാച്ചനോട് പറഞ്ഞു, ചെറിയാച്ച അപ്പോൾ കോടതിയിൽ നിന്ന് എനിക്ക് അനുവാദം തന്നു, എനിക്ക് ഫിലിപ്പീൻസിൽ പോകണം. ഞാൻ കോടതിയിൽ ചോദിച്ചു, എനിക്ക് ഫിലിപ്പീൻസിൽ പോകണം, അനുവാദം തരണം. അപ്പോൾ ജഡ്ജ് പറഞ്ഞു, നീ എല്ലാ ദിവസവും എല്ലാ തീയതിക്കും കറക്റ്റായിട്ട് വരുന്നത് കൊണ്ട് നിനക്ക് ഫിലിപ്പീൻസ് പോകാൻ അനുവാദം തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിൽ എനിക്ക് അനുവാദം കിട്ടി, ഫിലിപ്പീൻസിൽ സുവിശേഷത്തിന് വേണ്ടി പോയി. അപ്പോൾ ഞാൻ
അദ്ദേഹത്തോട് പറഞ്ഞു, ചെറിയാച്ചനോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം എന്താണ്, ഞാൻ മനില ആയിരിക്കും, ഞാൻ അവിടെ നിന്ന് വിളിക്കും, എന്നെ അറിയിക്കണം. ഞാൻ ആ തീയതിക്കനുസരിച്ച് ഞാൻ ഒരു മാസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ചെറിയാച്ചൻ പറയാണ്, യാക്കോബക്കാരനാണ്, ദൈവമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ യാക്കോബക്കാരനാണ്, എന്നാൽ ഇന്ന് കോടതിയിൽ നടന്നത് വളരെ അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ RSSകാരെല്ലാം പറഞ്ഞു, ആ ദൈവപുരുഷൻ്റെ എതിരെ ഞങ്ങൾക്ക് ഒരു കേസുമില്ല, ഞങ്ങൾ പിൻവലിക്കുന്നു. അവരുപയോഗിച്ച വാക്കാണ് ഈ ചെറിയാച്ചനെ ഇളക്കിയത്. എന്താ പറഞ്ഞത്? ആ ദൈവപുരുഷൻ. അപ്പോൾ എന്നെ ഉപദ്രവിച്ചു 2.5 വർഷം ആയെന്ന് പറഞ്ഞാലും RSSകാരുടെ വായിൽ കൂടെ എന്താ വന്നത്? എന്തുകൊണ്ട് ആ ശബ്ദം വന്നത്? അവരെന്നെ എത്ര ഉപദ്രവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തില്ല? അവരുടെ പേര് പറഞ്ഞില്ല. എന്നാൽ 3-4 മാസങ്ങൾ മുൻപ്, 6-7 മാസമായി കാണും, കോട്ടയത്തു നിന്ന് എനിക്കൊരു എഴുത്ത് വന്നു. ആ എഴുത്തിനകത്ത് ഒരു സഹോദരൻ എഴുതിയിരിക്കുകയാണ്, ഉപദേശി 20 പേര് വിളിച്ച് ആദ്യം നിങ്ങളെ അടിച്ചത് ഞാനാണ്. ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രവചിച്ച് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായി നിങ്ങളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കോടതിയിൽ സംസാരിച്ച വചനമാണ് എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. എന്താണ്? അവരെൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ ഇത്ര ക്രൂരമായി നിങ്ങളെ ഉപദ്രവിച്ചിട്ടും ഞങ്ങളെ സഹോദരന്മാരെന്ന് പറയത്തക്കവണ്ണമുള്ള സ്നേഹം, അതാണ് എന്നെ ബാധിച്ചത്. ഞാൻ ആ സഹോദരൻ്റെ അഡ്രസ്സൊന്നും തേടിപ്പോയില്ല. ഞാൻ ആ സഹോദരന് വീണ്ടും ഞാൻ, സഹോദരൻ ഇങ്ങനെ, അദ്ദേഹം പറഞ്ഞ്, ആ 10,000ങ്ങളുടെ മുൻപിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഞാൻ അദ്ദേഹം എവിടെയാണെന്നും തേടിപ്പോകാൻ എനിക്ക് സമയമില്ല, എൻ്റെ ആവശ്യവുമില്ല. ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ നാം നിൽക്കുകയാണെങ്കിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര നിന്ന വന്നാലും, എത്ര കഷ്ടങ്ങൾ വന്നാലും നമ്മിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ മാത്രമേ പോകുകയുള്ളൂ. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നമ്മൾ എന്തുവരും? എന്തുണ്ടാവും? ആശകൾ ഇച്ഛകളാകുന്ന വേരുകൾ വരും. അതിനെ നമ്മൾ ക്രൂശിക്കുന്നില്ല എങ്കിൽ അത് ഭൂമിയിൽ ചെന്നിട്ട് ആവശ്യമില്ലാത്തത് എല്ലാം എടുത്ത് നമ്മളെ വലിയ മൃഗം, വലിയ കൊമ്പാക്കി തീർക്കും. എന്നാൽ പറന്നു പോകുമ്പോൾ ഇവരെ പോകത്തുള്ളൂ, ഇവിടെ നിൽക്കും. ഈ കൊമ്പിന് കൂടുതൽ പ്രസിദ്ധി കാണും. കാരണം കിട്ടുന്നിടത്തു നിന്നല്ല, കാരണം ഈ ഒരു വേരല്ല അന്വേഷിക്കുന്നത്. ഈ വേര് കിട്ടുന്നതെല്ലാം എവിടുന്നായാലും, കള്ളം പറഞ്ഞാലും ശരിയാണെന്ന് എന്ന് പറഞ്ഞാലും ധാരാളം. അങ്ങനെ ഇന്ന് അനേക സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അനേക സ്ഥലങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പണം വാങ്ങിച്ചാൽ കർത്താവിൻ്റെ വേലയെന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട്. അവർ ചെയ്യട്ടെ, ഞാൻ അവരെ കുറ്റം പറയുകയില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഈ വചനം കൂടെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുയേശുവിനുള്ളവർ എന്ത് ചെയ്യുന്നു? അവരുടെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു? രാഹമോഹങ്ങളെ എന്ത് ചെയ്യുന്നു? ക്രൂശിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:12 പറയുന്നത്, ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പോൾ നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് ആഗ്രഹങ്ങളാൽ നിറഞ്ഞ ഒരു ശരീരമാണ്. അകത്തെ മനുഷ്യൻ ഏറ്റവും വിശുദ്ധനാണ്. ഇന്ന് രാവിലെ നാം ചിന്തിച്ചല്ലോ, അകത്തെ മനുഷ്യൻ വിശുദ്ധിയിലും പൂർണ്ണ നീതിയിലും ഉള്ളവനാണ്. എന്നാൽ പുറത്തെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഈ പോരാട്ടത്തിലാണ് നമ്മൾ ജയിക്കേണ്ടത്, അകത്തെ മനുഷ്യനും പുറത്തെയുള്ള മനുഷ്യനും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മിൽ വരുന്ന ആഗ്രഹങ്ങൾ മുഴുവനും കർത്താവിൽ കൂടെ ആയിരിക്കുക എന്നുള്ളത് വരുമ്പോൾ ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇന്ന് പലർക്കും വരുന്നത് ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നിട്ട് കർത്താവേ, അപ്പോൾ പറയുന്നത് യഹോവ ഭക്തൻ്റെ ആഗ്രഹമെല്ലാം ദൈവം എന്ത് ചെയ്യും? സാധിച്ചു തരും. അപ്പോൾ യഥാർത്ഥമായ യഹോവ ഭക്തൻ്റെ ആഗ്രഹം എന്തായിരിക്കണം? കർത്താവേ, എനിക്ക് സ്വർഗത്തിൽ നീയേ ഉള്ളൂ, നീ അല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു വന്നത് എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ, ഞാനത് സത്യം പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ വേദന തോന്നാം, എന്നാൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു വന്നത് എന്തിനു വേണ്ടി? ലൂക്കോസിൻ്റെ സുവിശേഷം
12-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 53 വരെ വായിച്ചാൽ. ലൂക്ക് 12:51-53. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു തോന്നുന്നുവോ? ഇനി ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ സമാധാനം തരുവാനല്ല വന്നത്. എന്താണ്? ഭവനത്തിൽ എന്തുണ്ടാവും? ഛിദ്രമുണ്ടാവും. ഇനി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 37 വരെ വായിച്ചാൽ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 37 വരെ. മാത്യു ചാപ്റ്റർ 10 verse 34-37. സമാധാനമല്ല വാൾ അത്ര ഞാൻ വരുത്തുവാൻ വന്നത്. ഭേദിപ്പിക്കാനാണ് ഞാൻ വന്നത്. ശത്രുക്കൾ ആരാണ്? മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാവും. പ്രിയമുള്ളവരെ, ഞാൻ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, എന്നാൽ പറയാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മൾക്ക് കുടുംബമായി സുഖമായ കുടുംബജീവിതം തരാനല്ല വന്നത്. ഇന്ന് അനേക ഫാമിലി കോൺഫറൻസുകളൊക്കെ നടത്തുന്നുണ്ട് കർത്താവിൻ്റെ ദാസന്മാർ. അതിനനുസരിച്ച് അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഭാര്യ, ഭർത്താക്കന്മാർ, മക്കളെല്ലാം കൂടെ സുഖമായി സന്തോഷമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഭാര്യ കുറച്ച് ഉറക്ക പറയുകയാണെങ്കിൽ ഭർത്താവ് അത് ശാന്തമായിക്കണം, ഭർത്താവ് ഉറക്ക പറയുകയാണെങ്കിൽ ഭാര്യ ശാന്തി, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. എന്നാൽ യഥാർത്ഥ സുവിശേഷം പറയുന്ന കർത്താവ് വന്നത് നമ്മുടെ കുടുംബത്തെ തകർക്കാനാവുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ദുരുപദേശം നമ്പർ 1. കർത്താവ് വന്നത് ഈ ഫിലയോ സ്നേഹത്താൽ കെട്ടപ്പെട്ട കുടുംബജീവിതം തകർത്തിട്ട് അഗാപ്പേ സ്നേഹത്തിൽ കെട്ടപ്പെടണം. ഇന്ന് എല്ലാ കുടുംബം എങ്ങനെയാ വർത്തിക്കുന്നത്? ഫിലേയോ സ്നേഹത്താൽ അപ്പനും മക്കളും എല്ലാം കൂടെ തമ്മിൽ സ്നേഹിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ പേര്, നമ്മുടേതെല്ലാം കർത്താവ് ആഗ്രഹിക്കും. അത് തകർത്തിട്ട് അഗാപ്പേ സ്നേഹത്തിൽ ഒരു ശരീരസ്ഥരാക്കി തീർക്കുക. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത തകർത്തെങ്കിൽ മാത്രമേ നമ്മൾ യാത്രക്കാരാകുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരുമെങ്കിലും ഇതാ വേദപുസ്തകത്തിൻ്റെ ഉപദേശം. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഇവിടെ കുടുംബമായി സന്തോഷമായി പാർപ്പിക്കാനല്ല. നമ്മൾ വിചാരിച്ചിങ്ങനെയാണ്, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ പിതാവ് എൻ്റെ സ്വർഗത്തിലെയും ഭൂമിയുടെയും നാഥനായതുകൊണ്ട് എല്ലാം പ്രാപിച്ചു കഴിഞ്ഞ് ഇവിടെ സുഖമായിട്ടങ്ങ് ജീവിക്കാം. അങ്ങനെയല്ല. അതിൻ്റെ യഥാർത്ഥ ഉപദേശത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 കോരിന്തി 4-ാം അധ്യായത്തിൻ്റെ 16-17 വായിച്ചാൽ. 2 कोरिन्थी 4:16-17. അധൈര്യപ്പെടാതെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുന്നു? ഒതുക്കം പ്രാപിക്കുന്നു. ഇനിയും റോമാലേഖനം 8:22-23 വായിച്ചാൽ. റോമൻസ് 8:22-23. വായിച്ചാൽ. സകല സൃഷ്ടി ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു.
പഴയ ആദിമകാല വിശുദ്ധന്മാരെല്ലാവരും എന്തുകൊണ്ടിരിക്കുകയാണ്? ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയും 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാൽ, 2 കൊരിന്ത്യർ 5-ന്റെ കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാലും പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, സത്യവചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ദുരുപദേശമല്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ കുടുംബജീവിതത്തെ തകർത്ത്, ഫിലേയോ സ്നേഹത്താൽ, അന്യോന്യം ആകർഷിക്കപ്പെട്ടുള്ള സ്നേഹത്താൽ കെട്ടപ്പെട്ടിരിക്കുന്ന കുടുംബജീവിതത്തെ തകർത്തിട്ട് യഥാർത്ഥമായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരായി തീർന്ന് അഗാപ്പേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേരൂന്നി ആത്മീക മനുഷ്യൻ ബലപ്പെട്ടിട്ട് ഈ ഭൂമിയിൽ നിന്ന് എത്രയും വേഗം പോകണം എന്നുള്ള ഒരു ആത്മീക ഞരക്കം എല്ലാവരും ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്നിട്ട് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ കർത്താവ് വന്നത് നമ്മളെ ഇവിടെ അനുഗ്രഹിച്ച് താമസിപ്പിക്കാനല്ല, നമ്മുടെ വീടെല്ലാം കൂടെ പൊളിച്ചിറക്കി നമ്മളെ യാത്രക്കാരാനാക്കാനാണ് വന്നത്. ഈ ലക്ഷ്യം, ഈ സത്യം നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്തിലെ ആദിമ പിതാക്കന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരുടെ വീടും വിട്ടു, അവരുടെ വസ്തുക്കളും വിട്ടു, അവരെ തള്ളി ഇറക്കി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഭാരവും ഉണ്ടായില്ല. അവർ സന്തോഷത്തോടുകൂടെ വല്ല ആറ്റിൻ്റെ അരികത്തും അല്ലെങ്കിൽ കാട്ടിലും അവിടെ ഇവിടെയെല്ലാം ചെറിയ ചെറ്റപ്പുരയൊക്കെ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. കാരണം അവർക്ക് ഈ കാര്യം മനസ്സിലായി. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വളരെ മാറ്റം വന്ന് ഈ വേരുകൾ ഇറങ്ങുന്ന അപകടം നിറഞ്ഞ അവസ്ഥയിലാണിപ്പോൾ വന്നിരിക്കുന്നത് ദൈവസഭ. അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയുന്നവർ അനുഗ്രഹത്തിൻ്റെ സുവിശേഷം കൊടുത്ത് ഭൗതികമായി അങ്ങ് അനുഗ്രഹിച്ച് വേരെല്ലാം ഇറക്കി അനേകർ കണ്ട് ഓരോരുത്തരോട് വേരിറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നാർക്ക് കറുത്ത കാർ കിട്ടിയെങ്കിൽ എനിക്ക് ചുമന്ന കാറ്, കർത്താവിന് സ്തോത്രം, അങ്ങനെ പറഞ്ഞ്, കാരണം കർത്താവെ ഞാൻ പാവപ്പെട്ടവനായിരുന്നാൽ നിൻ്റെ നാമം മഹത്വപ്പെടുകയില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഇത് വേദപുസ്തകത്തിന് വിപരീതമായുള്ള ഉപദേശമാണ്. 100% വേദപുസ്തകത്തിന് വിപരീതമായുള്ള ഉപദേശമാണ്. ആദിമ വിശുദ്ധന്മാരെല്ലാവരും എന്തിനു വേണ്ടി കാത്തിരുന്നു? ഞങ്ങൾക്ക് പരദേശികളായി തീരണം, ഞങ്ങൾക്ക് പരദേശികളായി തീരണം. ഞങ്ങളുടെ വീട് അവിടെ, ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ ഒന്നിച്ച് പാർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ, നീ എന്നെ സ്നേഹിച്ച് എന്നെ ശുശ്രൂഷിച്ചതുകൊണ്ട് നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. എന്നാൽ ഇനിയും നിൻ്റെ കർത്താവിനെ സേവിക്കുക. അപ്പോൾ ഏതെങ്കിലും ഭാര്യമാർ വന്നിട്ട്, കർത്താവേ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, എൻ്റെ പ്രതിഫലം തന്നാട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, നിനക്ക് അന്ന് കിട്ടേണ്ട പ്രതിഫലം എല്ലാം ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടി. കാരണം നിൻ്റെ ഭർത്താവ് നിന്നെ വളരെ സ്നേഹത്തോടെ സാരി മേടിച്ചോട് തന്നു, നിന്നെ പുഞ്ചിരിച്ച് നോക്കി, നിനക്ക് വേണ്ടതെല്ലാം തന്നു. നിന്നെ ഭർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് നിനക്ക് അതാണ് കിട്ടേണ്ടത്, അത് കിട്ടി. എന്നാൽ എന്നെ പിൻപറ്റി വരുമ്പോൾ എന്തു ചെയ്യണം? അതാണ് പറഞ്ഞത്, അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ ഉപേക്ഷിക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ ശേഷം എഫേസ്യരിൽ പറയുന്നു, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ ശബ്ദം അഗാപ്പേ സ്നേഹമാണ്, ഫിലയോ സ്നേഹമല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്താണ്? അഗാപ്പേ സ്നേഹം. ഭാര്യ എത്ര തെറ്റ് ചെയ്താലും സ്നേഹിക്കണം. ഭാര്യ എന്ത് വഴക്കുണ്ടാക്കിയാലും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ ഫിലയോ സ്നേഹത്തിൽ നിന്ന്
എടുത്തിട്ട് ക്രിസ്തുവിനോട് ചേർത്ത് എന്ത് ചെയ്യുക? അഗാപ്പയെ സ്നേഹത്തിൽ കൊണ്ടുവരിക. അഗാപ്പയെ സ്നേഹത്തിൽ വന്നു കഴിയുമ്പോൾ 5 രൂപ കിട്ടിയാൽ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നല്ല മനസ്സ് വരുന്നത്. അത്യാവശ്യമുള്ളവരാരാ ഇവിടെ ഇരിക്കുന്നത്, അവർക്ക് കൊടുക്കണം. അല്ലേ, 10 രൂപ എൻ്റെ കിട്ടിയില്ല, 50 രൂപ എൻ്റെ കിട്ടി, എനിക്കും ഭാര്യയ്ക്കും കൂടെ പോയി കാപ്പി കുടിക്കാം എന്നല്ല ചിന്ത വരുന്നത്. 50 രൂപ കിട്ടി, ആരെങ്കിലും ഇവിടെ വിശപ്പുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അതാണ് അഗാപ്പേ സ്നേഹം. അപ്പോൾ അത് ഒരു ശരീരമായിട്ടുള്ള സ്നേഹമാണ്. എല്ലാവരും ഒരു ശരീരം പോലെയുള്ള സ്നേഹം. പിന്നെ എൻ്റേത്, എനിക്ക് എന്നുള്ളതിന് ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ആ അനുഭവത്തിൽ എത്തുന്നവരാണ് ജയിക്കുന്ന വിശുദ്ധന്മാർ. അങ്ങനെയുള്ളവരാണ് പുതിയ യെരൂശലേമിൽ പാർക്കാൻ പോകുന്നത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വേരുകളെല്ലാം മുറിച്ചേ മതിയാകെയുള്ളൂ. ആഗ്രഹങ്ങളാകുന്ന വേരുകളെല്ലാം മുറിക്കണം. സകല ആഗ്രഹങ്ങളെയും ആശകളെയും എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അതല്ല യോങ്കിച്ചോ പറയുന്നത് പോലെ നിനക്ക് എന്താ വേണ്ടിയത്? ഒരു കാറാണെങ്കിൽ കർത്താവിനോട് പറയണം, സ്പെസിഫിക് ആയിട്ട് പറയണം, കർത്താവേ എനിക്ക് കറുത്ത കാറ്, നല്ല പുതിയ കാർ തന്നെ എനിക്ക് വേണം, ഇന്ന് തേക്കം മോഡേൺ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. അത് 6 മാസം 7 മാസം അത് ആ ചിന്ത മുഴുവനും ഗർഭത്തിലായി. പിന്നെ അത് കഴിഞ്ഞ് സമയമാകുമ്പം കിട്ടിക്കഴിയുമ്പോൾ പ്രസവമായി. ഇങ്ങനെയുള്ളതെല്ലാം സ്വർഗത്തിലെ ഉപദേശമല്ല, നരകത്തിൻ്റെ ഉപദേശമാണ്. ഞാൻ യോങ്കിച്ചോ, കൊറിയയിലുള്ള യോങ്കിച്ചോ സഹോദരന് ഞാൻ 12 പേജിലുള്ളൊരു എഴുത്ത് എഴുതി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സഹോദര, ദൈവസഭയാകുന്ന പ്രാക്കളെ നിൻ്റെ ഈ പുസ്തകങ്ങൾ നിമിത്തം പന്നിയാക്കിയതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. വളരെ വ്യക്തമായി ഞാൻ എഴുതേണ്ടി വന്നു. നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ആ എഴുത്ത് കാണാം. 12 പേജുള്ള എഴുത്തുകൾ എഴുതി. കാരണം പ്രിയമുള്ളവരെ, ആശയാകുന്ന വേരുകളെ നമ്മൾ മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ചോദിച്ചു, ആദ്യകാലത്ത് നല്ല ഫലമുണ്ടായിരുന്നു. പ്രിയ സഹോദര, ആദ്യമേ നല്ല ഫലമായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം വേരിറങ്ങി അപ്പോഴെന്തായി? ആ പഴയ ഫലത്തിൻ്റെ രുചി അങ്ങ് മാറി. ആ ചോദ്യം ചോദിച്ച കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കേട്ടാട്ടെ. ഞാൻ പറഞ്ഞു ആ വിഷയം വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ആദ്യം ക്രിസ്തീയ ജീവിതത്തിൽ ആരംഭിച്ചപ്പോൾ ക്രിസ്തു മാത്രമായിരുന്നു. അപ്പോൾ ക്രിസ്തു മാത്രമായിരുന്നപ്പോൾ എന്താണ്? ഈ ക്രിസ്തുവിൽ കൂടെ വരുന്നതായത് മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്നേഹത്തിൻ്റെ ഫലങ്ങളും പൂർണ്ണമായി കാണപ്പെട്ടു. എന്നാൽ ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വേരുകളും വന്നിറങ്ങി, പ്രാർത്ഥന തുടങ്ങി, അവിടുന്ന് ഇവിടുന്നും എല്ലാം വാങ്ങി വന്നപ്പോൾ ഫലമെല്ലാം കുറച്ച് കഴിക്കുന്നതും കുറച്ച് മധുരമുള്ള എല്ലാം കൂടെ ആയി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മധുരമുള്ള ഒരു മാവിൽ നിന്ന് അടിച്ച് സ്നേഹത്തോടെ പറിച്ചാലും അത് ഭക്ഷിച്ചാൽ മധുരം തന്നെ. കല്ലെടുത്തെറിഞ്ഞ് കിട്ടിയാലും ആ മാമ്പഴം എന്തായിരിക്കും? മധുരമായിരിക്കും. 2 കമ്പെടുത്ത് അടിച്ചാലും മധുരമായിരിക്കും. എന്നാൽ നമ്മളിന്ന് എങ്ങനെയാണെന്നറിയാമോ? കുറച്ച് മധുരവും കുറച്ച് കയ്പും കുറച്ച് പുളിയും കുറച്ച് വായി വയ്ക്കാൻ കൊള്ളരുതാത്തതുമാണ്. നമ്മുടെ അയൽവക്കക്കാരോട് ചോദിച്ചാൽ അവർ പറയും നമ്മളെക്കുറിച്ചുള്ള സാക്ഷി എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ അയൽവക്കത്തുകാർ പറയണം, ഇവൻ ദൈവപുരുഷനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വാടക വീട്ടിൽ ജമ്മു കാശ്മീർ നിങ്ങൾക്ക് ഞങ്ങളുടെ കുറിച്ച് അവിടെ വന്ന് അന്വേഷിക്കാം. യേശുക്രിസ്തു നിമിത്തം അവർ ഞങ്ങളോട് വെറുപ്പുണ്ടെങ്കിലും ഹൃദയംഗത്തിൽ അവർക്ക് വളരെ ഭയവും ആദരവുമാണുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതം കണ്ടിട്ട് അവർ അത് മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിൻ്റെ മക്കളെ, നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹത്തിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വേരുകളൊക്കെ മുറിച്ചെങ്കിലേ സ്നേഹത്തിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ശ്യാമിൽ എത്ര പഠിപ്പിച്ചാലും എത്ര ഉണർവയോഗം നടത്തിയാലും സ്നേഹത്തിലാകയില്ല. ഈ വേരുകളെല്ലാം മുറിച്ചു കഴിയുമ്പോൾ അടിസ്ഥാനമാകുന്ന ക്രിസ്തുവിൽ കൂടെ വരുന്ന സ്നേഹത്തിൻ്റെ ആ ഭക്ഷണം, ഈ വേര് നൽകുന്ന ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണമാണ്? സ്നേഹമുളവാക്കുന്ന ഭക്ഷണമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നിന്ന് വരുന്നതോ
എൻ്റേത് എൻ്റേത് എന്നുള്ളതായ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, മക്കളുമായും എൻ്റെ ഭാര്യയുമായുള്ള ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായി ചെക്ക് ചെയ്ത്, അത് വളരെ വേദനയുള്ളതാണെങ്കിലും വചനം ഇപ്രകാരമാണെന്നുള്ളത് എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും നല്ലവണ്ണം മനസ്സിലാക്കി ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നല്ല, അങ്ങനെ ഇതാണ് ദൈവവചനം എന്ന് എൻ്റെ ഭാര്യയെ നല്ലവണ്ണം മനസ്സിലാക്കി, എൻ്റെ 2 മക്കളെയും നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇതാണ് യഥാർത്ഥ വചനം. നമ്മുടെ ഈ മാതാവും പിതാവും സ്നേഹവും എന്നുള്ളതായ ഈ ശാരീരിക സ്നേഹം അല്ലെ സഹോദര സ്നേഹമാകുന്ന ഫിലേയോ സ്നേഹത്തിൽ നിന്ന് മാറി, എൻ്റേത് 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 എന്നുള്ളതിൽ നിന്ന് മാറി നമ്മുടേത് എന്നാകണം. നമ്മുടെ കൂടെ തന്നിരിക്കുന്ന കൂട്ടുവിശ്വാസികളും നമ്മുടെ കൂടെ തന്നിരിക്കുന്ന കൂട്ടുവേലക്കാരും എല്ലാം നമ്മൾ ഏക ശരീരസ്ഥർ എന്നുള്ളത് പ്രാക്ടിക്കലായേ മതിയാകൂ എന്ന് എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ഞാൻ കർശനമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് വരുത്തി. അതിനുശേഷം എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ സഹോദരി, എൻ്റെ ഭാര്യ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഉണ്ട്. എൻ്റെ ഭാര്യയുടെ മുമ്പിലാണ് ഞാനിത് സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യയോടും പറഞ്ഞു, നമ്മൾക്ക് സ്വന്തമായി നമ്മുടേതെന്ന് പറഞ്ഞിരുന്നാൽ കർത്താവിൻ്റെ വചനം ശരിയായിട്ട് നമ്മൾക്ക് ഘോഷിപ്പിക്കാൻ കഴിയയില്ല. അതല്ല യഥാർത്ഥ വചനം. നമ്മൾ യാത്രക്കാരായി തീർന്ന് എല്ലാം നമ്മുടേത് എന്നുള്ള അനുഭവത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീർന്നേ മതിയാകുള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ചിരിക്കുന്നതിന് വേണ്ടിയല്ല, ഈ വിരലിന് രക്തം ആവശ്യമുണ്ട്, ഈ വിരലിന് രക്തം ആവശ്യമുണ്ട്, ഈ കൈക്കും രക്തം ആവശ്യമുണ്ട്. ഈ ശരീരത്തിന്, ഈ കൈക്ക്, ഈ വിരലിനുള്ള രക്തം കൊടുക്കേണ്ട, ആഹാരം ചെല്ലേണ്ടതായ വയറ് ഒന്നേ ഉള്ളൂ, ഒരു വയറ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു വയറിൽ നിന്ന് ആവശ്യമുള്ള രക്തം ഇവിടെ ചെല്ലുന്നു. ഓരോ സ്ഥലത്തും ചെല്ലുന്നത് പോലെ എല്ലാ ദൈവമക്കളും ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളായെന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ഭദ്രത നശിക്കയില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, അങ്ങനെ നമ്മുടെ കുടുംബം നശിച്ചു പോകുമോ? ഇല്ല, അല്പം വേദനയുണ്ടാകും. ഈ ഫിലയോ സ്നേഹത്തിൽ നിന്ന് വെട്ടി മുറിക്കുമ്പോൾ ചെറിയ വേദന തോന്നി. എൻ്റേത് 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 എന്നുള്ള ആ വേദന മാറിക്കഴിഞ്ഞിട്ട് ക്രിസ്തുവിലുള്ള ആ ദൈവ സ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് വലിയ സമുദ്രമാണ്. ഞാൻ പറയുന്നത് ഈ ഫിലയോ സ്നേഹം എന്ന് പറയുന്നത് ചെറിയ ഗ്ലാസ്സിലൊക്കെ കൊണ്ടു നടക്കുന്ന സ്നേഹമാണ്. ചെറിയ ഗ്ലാസ്സിൽ എൻ്റേത്, എൻ്റെ വെള്ളം, എൻ്റെ വെള്ളം, എൻ്റെ സ്നേഹം, ഗ്ലാസ്സിലോ ബക്കറ്റിലോ ഒക്കെ. ഞാൻ ദൈവമക്കളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ബക്കറ്റും ഗ്ലാസ്സിലും എറിഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ സമുദ്രത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കൂ. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കൂ. നിങ്ങളുടെ സ്നേഹമാകുന്ന ആ ബക്കറ്റൊക്കെ എന്ത് ചെയ്യുക? ഞാൻ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ഇവരോട് ചോദിച്ചാൽ ഇതെല്ലാം ഇവരെ പഠിപ്പിച്ച കാര്യം, അതുകൊണ്ട് ഹിന്ദിയിൽ പറയേണ്ട ആവശ്യമില്ല. मैंने ये सब आपको पढ़ाया है, इसलिए हिंदी में बोलने का कोई जरूरत। बकेट ग्लास वगैरह बोलने वक्त आपको थोड़ा समझ में आया होगा. ഈ ഞാൻ പറഞ്ഞവരെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ സ്നേഹമെന്ന് പറയുന്നത് ചെറിയ ബക്കറ്റ്. മത്താച്ചൻ്റെ കുടുംബവും ഭാര്യയും മക്കളും കൂടെ ബക്കറ്റും പൊക്കിക്കൊണ്ട് നടക്കുക. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റേത്. ആ വെള്ളം കുടിച്ചത് ഞങ്ങളുടെ വെള്ളമാണ്, ഞങ്ങളുടേതാ, ഇതിനകത്ത് തന്നെ ഒഴിച്ചേര്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വരുമ്പോൾ ആ ബക്കറ്റെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയായി ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങുവാൻ. അത് പിന്നെ എത്ര, അതിൻ്റെ ആഴം എന്താണ്, അതിൻ്റെ നീളം, ഈ ബക്കറ്റിൽ കിടന്നുകൊണ്ട് ഇതിൻ്റെ ആഴം എന്താന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നോക്കിയാൽ 3 ഇഞ്ച്. ബക്കറ്റിൽ കിടന്നാൽ ഇതിൻ്റെ ആഴം എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ആ സമുദ്രത്തിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയും, ഓ ഇതിൻ്റെ ആഴം എനിക്ക് അളക്കുവാൻ കഴിയയില്ല, ഇതിൻ്റെ നീളം, ഇതിൻ്റെ വീതി എന്തെന്ന് എനിക്കറിയുവാൻ കഴിയയില്ല, എൻ്റെ ചിന്തയ്ക്കപ്പുറമാണ്. ഹല്ലേലൂയ. അതാണ് ക്രിസ്തീയ ജീവിതം. ആ സ്നേഹത്തിൻ്റെ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങുക. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിണക്കമില്ല, കുഴപ്പവുമില്ല. ആവശ്യം എല്ലാവർക്കും ഈ ബക്കറ്റിൽ വെള്ളവും കോരിക്കൊണ്ട് നടക്കുമ്പോഴാണ് പിടിച്ചുപറി ഉണ്ടാകുന്നത്, അല്ലേ? എൻ്റെ വെള്ളം എനിക്കുള്ളത്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റേത് എന്നാൽ എല്ലാവരും കൂടെ പിടിച്ച് സമുദ്രത്തിൽ ഇട്ട് കഴിഞ്ഞ സഹോദരൻ പിടിച്ചുപറിയുണ്ട്. അയ്യോ എൻ്റെ കാല് താഴ്കുന്നു, വെള്ളം ഇത്ര വലിയതാണ്.
ഹല്ലേലൂയ. ആദിമ വിശുദ്ധന്മാർ അതനുഭവിച്ചു. എൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ചു. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ കാര്യം ഓർക്കുന്നു. അവർ കുറിയന്നൂരിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയതിനാൽ അവരെ അവിടെ നിന്നെല്ലാം ഇറക്കി വിട്ടു. അവിടുന്ന് അവർ കരിങ്കുറ്റിക്കൽ വന്നു, പത്തനംതിട്ട കരിങ്കുറ്റിക്കൽ വന്ന് കാട് വെട്ടിത്തെളിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കുടുംബയോഗം നടന്നപ്പോൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ഞാൻ കൊച്ചുമകനാണ്. അപ്പോൾ വല്യപ്പച്ചൻ മരിച്ചുപോയി. ഒടുവിൽ എന്നെ പ്രാസംഗികനാണ് ആയിട്ട് അവർ വിളിച്ചു കുടുംബയോഗത്തിന്. അവർ 10,000-ലധികം പേരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, തോമാച്ചൻ്റെ വലിയ തോമാച്ചിന് ഇറങ്ങിപ്പോയതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങൾ കുറിയന്നൂർ കിടന്ന് ആ കുടുംബത്തിൻ്റെ കിടന്നുകൊണ്ട് ഞങ്ങളെല്ലാം ശപിക്കപ്പെട്ടവരായി. നോക്കിയാൽ നിങ്ങളുടെ കുടുംബങ്ങളിലാണ് കൊള്ളാവുന്നവരെല്ലാം ഉള്ളത്. ഞാനന്നേരം പ്രസംഗത്തിൽ കൂടെ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ആ ആഴമാകുന്ന സമുദ്രത്തിലെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുകയാണ്. അവർ പലരും കരയുവാനിടയായി. ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, യഥാർത്ഥ മാർഗം ഇതാണ്. ഇത് മാത്രമാണ് യഥാർത്ഥ മാർഗം. ഇതിനപ്പുറത്ത് മാർഗമില്ല. ഇതാണ് വേദപുസ്തകത്തിലുള്ളതായ ഉപദേശം. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ഈ വേരുകൾ, ആഗ്രഹങ്ങളാകുന്ന വേരുകളെല്ലാം ഞാൻ മുറിച്ച് കളയുന്നു. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ ക്രൂശിക്കുന്നു. എനിക്ക് നീ തരുന്നത് മാത്രം മതി. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിയിട്ട് എനിക്ക് നീ തരുന്നത് മാത്രം മതി. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ പ്രിയ സഹോദര, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പിന്നെ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ തളരത്തേ ഇല്ല. പിന്നെ തളർച്ചയുണ്ടാകയില്ല. ഒരു വെയിൽ നിങ്ങളെ അടിക്കുകയില്ല. ഒന്നും പേടിക്കാനില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന സമുദ്രത്തിൽ അങ്ങ് ഇറങ്ങിക്കിടന്ന് നീന്തുകയാണ്. നീന്തി കഴിഞ്ഞാൽ എത്ര ഉപദ്രവങ്ങൾ വന്നാൽ, എത്ര രോഗങ്ങൾ വന്നാൽ, എത്ര കഷ്ടങ്ങൾ വന്നാൽ നിങ്ങൾക്കൊന്നും ഭവിക്കുകയില്ല. നിങ്ങൾ സന്തോഷത്തോടുകൂടെ കർത്താവേ സ്തോത്രം 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 എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽപ്പാനിടയാകും. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.